ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്. അപ്പൊ അതിൽ ആദ്യത്തത് മാനേജിങ് കൺജഷൻ, രണ്ടാമത്തെ ലോങ് കമ്മ്യൂട്ട്സ്, മൂന്നാമത്തത് പാർക്കിംഗ് ഇഷ്യൂസ്, നാലാമത്തെ ഇൻക്രീസ് ഇൻ ഫ്യൂൽ പ്രൈസസ്, അഞ്ചാമത്തത് സ്പ്രോളിംഗ് സിറ്റീസ്, ആറാമത്തത് ഇംപ്രൂവിംഗ് സേഫ്റ്റി, 7 പ്രൊവൈഡിംഗ് ഈക്വൽ ആക്സസ്, 8 പ്രൊട്ടക്ടിംഗ് ദ എൻവയൺമെന്റ്, 9th one incorporating new technology, 10th one securing financial resources. ഇതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോയിന്റ്സും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ പോയിന്റ്സും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഈ പോയിന്റ്സിൽ ഇൻക്ലൂഡഡ് ആവുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് മാനേജിങ് കൺജഷൻ എന്നുള്ള ടേം നമുക്കറിയാം അല്ലെ. അതായത് ഇപ്പം ഒരു റോഡിൽ അതിന് ഉൾക്കൊള്ളാവുന്നതിലധികം വെഹിക്കിൾ വരുന്നത്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ കൺജഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഡിമാൻഡിന്റെയും സപ്ലൈന്റെയും ബേസിസിൽ പറയുകയാണെങ്കിൽ ഡിമാൻഡിനനുസരിച്ച് ഇപ്പൊ നമുക്ക് എത്രമാത്രം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണോ, ഓക്കെ, അതിന്റെ ഡിമാൻഡിനനുസരിച്ചിട്ട് സപ്ലൈ ഇല്ലെങ്കിൽ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ കുറവ് വന്നാൽ അതിനനുസരിച്ചിട്ട് ആളുകൾ എന്ത് ചെയ്യും, സ്വന്തം വാഹനത്തിൽ ഇറങ്ങും അല്ലെ. സ്വന്തം വാഹനത്തിൽ ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, അത് മറ്റുള്ള വെഹിക്കിൾസിന്റെ ഈസി മൂവ്മെന്റിന് പ്രശ്നമായിട്ട് വരും. ഓക്കെ, അപ്പൊ കൺജഷൻ വരും. അതായത് പ്രോപ്പർ ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നമുക്കിപ്പോ നിലവിലില്ല. ഓക്കെ, അതായത് നല്ല രീതിയിലുള്ള എല്ലാ ആളുകൾക്കും ഒരുപോലെ അവർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിലവിൽ നമുക്ക് അവൈലബിൾ അല്ല. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം സ്വന്തം വാഹനത്തിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ട്രാഫിക് കൺജഷൻ ഹാപ്പൻ ബിക്കോസ് പീപ്പിൾ ആർ ട്രൈയിങ് ടു ഗെറ്റ് ടു വർക്ക് ആൻഡ് സ്കൂൾ അറ്റ് ദ സെയിം ടൈം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കും, അവിടെ വർക്ക് അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ വേറെ എന്ത് പേർപ്പസും ആയിക്കോട്ടെ, ആളുകളെല്ലാം ഒന്നിച്ചിറങ്ങുന്നതിന്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ, കൺജഷൻ occurs when ട്രാൻസ്പോർട്ട് ഡിമാൻഡ് exceeds ട്രാൻസ്പോർട്ട് സപ്ലൈ. ഓക്കെ, എത്രമാത്രം ഡിമാൻഡ് ഉണ്ടോ അതിനനുസരിച്ച് സപ്ലൈ ഇല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും, അവരുടെ സ്വന്തം വാഹനത്തിൽ ഇറങ്ങും. അതുകൊണ്ട് തന്നെ അത് പ്രോപ്പർ ആയിട്ടുള്ള ആ മൊബിലിറ്റീനെ തടസ്സപ്പെടുത്തും. ഓക്കെ, അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അതൊരു ഇഷ്യൂ ആണ്, അതൊരു ചലഞ്ചാണ്. ഓക്കെ, മാനേജിങ് കൺജഷൻ. രണ്ടാമത് ലോങ് കമ്മ്യൂട്ട്സ്. ലോങ് കമ്മ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മെയിൻ ആയിട്ട് ഡെവലപ്മെന്റ് നടക്കുന്നതും അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് സിറ്റി. ഓക്കെ, ഒരുപാട് ആളുകൾ കോഴിക്കോട് സിറ്റിയിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ആ കോഴിക്കോട് സിറ്റിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കോഴിക്കോട് വന്ന് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഫണ്ടാണ് അല്ലെ. അതായത് കോഴിക്കോട് താമസിക്കണമെങ്കിൽ അതിനനുസരിച്ച് വാടകയ്ക്ക് ഒരു വീട് എടുക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കണം. അപ്പൊ അതിന്റെ ഒരു എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ ആൾക്കാരുടെ വരുമാനത്തിനനുസരിച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്യും, അവർ താമസിക്കുന്ന സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പം പറയുകയാണെങ്കിൽ, ഓക്കെ, ഒരു സ്ഥലം പറയാം, കുറ്റ്യാടി എന്ന് വിചാരിച്ചു. കുറ്റ്യാടി ഉള്ള ഒരാൾക്ക് ഓക്കെ കോഴിക്കോട് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അതായത് വളരെ ചെറിയ വരുമാനമൊക്കെ ആണെങ്കിൽ കോഴിക്കോട് താമസിച്ചുകൊണ്ട് ഒരു പക്ഷെ അവിടെ ജോലി ചെയ്യാനായിട്ട് പറ്റില്ല. അവിടുത്തെ റൂം റെന്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ വീട് എടുക്കുമ്പോൾ അതിന്റെ എക്സ്പെൻസ് വരും. അപ്പൊ അത് ചിലപ്പം എക്സ്പെൻസ് വൈസ് നോക്കുമ്പോൾ പറ്റില്ല. അപ്പം അയാൾ എന്ത് ഡിസൈഡ് ചെയ്യും, അയാൾ കുറ്റ്യാടിയിൽ നിന്ന് കോഴിക്കോട് വന്ന് ജോലി ചെയ്യാന്നുള്ള രീതിയിൽ എടുക്കും അല്ലെ. അപ്പം ഇന്ന് നമ്മൾ ടൗൺ ഏരിയാസിലുള്ള ആളുകളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു. അതായത് അവിടെ താമസിക്കാതെ ആളുകൾ ഈ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് അവരുടെ വീട് ചിലപ്പോൾ ദൂരെ ആണെങ്കിൽ കൂടെ അവർക്ക് ആ ഒരു എക്സ്പെൻസിൽ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി, സിറ്റിയിൽ താമസിക്കുന്നതിന്റെ ആ ഒരു എക്സ്പെൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് തന്നെ യാത്ര ചെയ്യും. അപ്പൊ ഇത്രയും ആളുകൾ ഒന്നിച്ച് ടൗണിലേക്ക് വരുന്ന ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഒന്നിച്ച് വരുമ്പോൾ ഇപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ വരുന്നവരുണ്ട്, സ്വന്തം വാഹനങ്ങളിൽ വരുന്നവരുണ്ട്, ബൈക്കിൽ അല്ലെങ്കിൽ കാറിലൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പം എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവരുടെ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നു. അപ്പൊ ഇത്രയും വെഹിക്കിൾസ് ആ റോഡുകളിലെല്ലാം വരുന്നു. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു ലോങ് ആയിട്ടുള്ള ട്രാവൽ വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ആ ഒരു ആളുകൾ സിറ്റി താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഒഴിവാക്കാൻ വേണ്ടി ദൂരെ ആണെങ്കിൽ കൂടി ആ യാത്ര അവർ തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, അപ്പൊ അത്രയും സമയം നഷ്ടമാണ് അല്ലെ. ഇപ്പം കുറ്റ്യാടിയിൽ നിന്ന് കോഴിക്കോട് വരണമെങ്കിൽ 2 മണിക്കൂർ ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 4 മണിക്കൂറോളം അവിടെ ഒരു നഷ്ടം വരുന്ന.
അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സിറ്റിയിലുള്ള, ഇപ്പം നമ്മുടെ സിറ്റി ഒരു പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ വരുന്ന ആളുകൾക്ക് ചുരുങ്ങിയ ചെലവിൽ താമസിക്കാനുള്ള ഒരു സാഹചര്യം അതായത് നിലവിലില്ല. വാടകയ്ക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം ആളുകൾ യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഒരു ചലഞ്ചാണ്, ലോങ് കമ്മ്യൂട്ട്സ്. ഓക്കെ, ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ അത്രയും സമയനഷ്ടം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ അതൊരു ചലഞ്ച് തന്നെയാണ്. അതായത് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലവും താമസിക്കുന്ന സ്ഥലവും തമ്മിലുള്ള ഡിഫറൻസ്, അതുകൊണ്ട് കൂടുതൽ സമയവും ദൂരവും. ഓക്കെ, അപ്പൊ അതൊരു ഇഷ്യൂ ആണ്. നെക്സ്റ്റ് വൺ, പാർക്കിംഗ് ഇഷ്യൂ. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോവാണെങ്കിൽ, ഇന്ത്യയിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട സിറ്റീസിലൊക്കെ പോവാണെങ്കിൽ ഉള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് പാർക്കിംഗ് ഇഷ്യൂ ആണ്. ഇപ്പൊ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വളരെ കുറവാണ്, അല്ലെ? ഇപ്പൊ നമ്മുടെ കോഴിക്കോട് ടൗണിൽ പോവാണെങ്കിൽ അധികം സ്ഥലങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡ് കാണാം. നമുക്ക് ആവശ്യമുള്ള ഒരു ഷോപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ അതിന്റെ സൈഡിൽ നമുക്ക് നിർത്തുവാണെങ്കിൽ നോ പാർക്കിംഗ് കാണാം. ഇനി ഒരു പക്ഷേ നമുക്ക് ഒരു സ്ഥലത്ത് നിർത്തി വേറൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടതെങ്കിൽ ആ കടയുടെ മുന്നിൽ നിർത്തുമ്പോൾ അവിടെയുള്ള ആ കടക്കാരനും ഒരു പക്ഷെ സമ്മതിക്കില്ല, അല്ലെ? അപ്പൊ അതായത് പ്രോപ്പർ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പൊ അതൊരു ഇഷ്യൂ ആണ്. ഓക്കെ, പാർക്ക് ചെയ്യാന്നുള്ളത് ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ അഥവാ ഈ പാർക്കിങ്ങിന്റെ ഒരു സ്പേസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു എമൗണ്ട് കൊടുത്ത് പാർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ഓക്കെ, അപ്പം അതൊരു ഇഷ്യൂ ആണ്. അപ്പം കൂടുതലായിട്ടും ആളുകൾ വേണമെങ്കിൽ വാഹനത്തിൽ വരുന്നത്, കാറിലൊക്കെ വരുന്നത് കുറയ്ക്കാൻ ഈ പാർക്കിങ്ങിന്റെ ഫീസ് കൂട്ടുന്നതിലൂടെ നമുക്ക് സാധ്യമാണ്. കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് പാർക്കിങ്ങിന് കൊടുക്കേണ്ടതുകൊണ്ട് ഒരു പക്ഷേ ആളുകൾ എന്ത് ചെയ്യാം, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. എന്തെങ്കിൽ കൂടെ ഈ പാർക്കിങ്ങിന്റെ ഇഷ്യൂ നമുക്ക് 100% സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ആണ് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ. അതായത് പ്ലാൻഡ് അല്ലാത്ത സിറ്റീസ് ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഇഷ്യൂസ് വരുന്നുണ്ട്. ഇനി അടുത്ത, ഇൻക്രീസ് ഇൻ ഫ്യൂവൽ പ്രൈസസ്. ഓരോ ദിവസവും അല്ലെ ഈ ക്രൂഡ് ഓയിലിന്റെ ഒക്കെ റേറ്റ് എല്ലാം കൂടുന്നതിന്റെ ഒക്കെ സാഹചര്യത്തിൽ ഫ്യൂവൽ പ്രൈസസ് കൂടാം. അപ്പൊ അത് കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെ, സാധാരണക്കാർക്ക് അതുമായിട്ട് സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാനുള്ള പ്രയാസമുണ്ട്. അപ്പൊ അതും ഒരു ചലഞ്ച് തന്നെയാണ്. ഓരോ ദിവസവും അല്ലെങ്കിൽ ചുരുങ്ങിയ കാലയളവിൽ ഇങ്ങനെ പൈസ വല്ലാതെ ഫ്യൂവലിന് കൂടുന്നത് കൊണ്ട് ആളുകൾക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ വളരെ പ്രയാസമാണ്. നെക്സ്റ്റ് പോയിന്റ്, സ്പ്രോളിംഗ് സിറ്റീസ്. സിറ്റീസിന്റെ ഡെവലപ്മെന്റ്, അതായത് സിറ്റീസ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഒരു സിറ്റി എടുത്തു കഴിഞ്ഞാൽ ആ സിറ്റി വർഷങ്ങൾക്ക് മുമ്പ് അതിൽ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്ഥലം ഒരു ചുരുങ്ങിയ സ്ഥലത്തായിരിക്കും. അത് കാലഘട്ടം കഴിയും തോറും കൂടുതൽ ആളുകൾ ആ ഒരു സ്ഥലത്തേക്ക് വന്ന് താമസാക്കി അവിടെ മെയിൻ ആക്ടിവിറ്റീസ് വരുന്നത് പിന്നെയും കൂടി വർദ്ധിച്ച് കൂടുതൽ ആളുകൾ വന്ന് ഇപ്പൊ നിലവിലുള്ള സിറ്റി എന്തായിക്കൊണ്ടിരിക്കുക, കേരളത്തിലുള്ള സിറ്റീസ് ഒക്കെ അങ്ങനെയാണ്, അല്ലെ? വലുതായി പുറത്തേക്ക് വരിക. അപ്പൊ കോഴിക്കോട് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ഇപ്പം ബൈപ്പാസ് പോകുന്ന സ്ഥലങ്ങളൊക്കെ കാലിയായിരുന്നു. എന്നാൽ ഇപ്പൊ അവിടെ ബൈപ്പാസ് വന്നു, സിറ്റി വലുതാവുന്നതിനനുസരിച്ച് ബൈപ്പാസിൽ ഹൈലൈറ്റ് മോൾ വന്നു, വലിയ ഫ്ലാറ്റുകൾ വന്നു, അല്ലെ? അപ്പം അത് വലുതായിക്കൊണ്ടിരിക്കുക, അതായത് സിറ്റിന്റെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ പല ഏരിയാസൊന്നും എഫക്റ്റീവ് ആയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല, അല്ലെ? പ്രോപ്പർ ആയിട്ടുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാറില്ല, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, അപ്പൊ സിറ്റീസ് വലുതായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള വലുപ്പമായിരിക്കില്ല കോഴിക്കോട് സിറ്റിക്ക്, പിന്നെയും അത് പുറത്തേക്ക് വളർന്നുകൊണ്ടിരിക്കും, അല്ലെ? അത് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും. മെയിൻ സിറ്റി ഏരിയ എന്ന് പറയുന്നത് പിന്നെ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ ആളുകളൊക്കെ സ്വന്തം വെഹിക്കിൾസിൽ ഇറങ്ങുമ്പോൾ അതും ഒരു ട്രാൻസ്പോർട്ടേഷൻ ചലഞ്ചായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ സിറ്റീസ് വലുതാവുന്നത് ഒരു ഇഷ്യൂ ആണ്. അതുപോലെ ഇംപ്രൂവിങ് സേഫ്റ്റി. നമുക്ക് റോഡെല്ലാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്താലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വേറൊരു കാര്യമാണ് ആക്സിഡൻസ്, അല്ലെ? നമുക്ക് ആ സേഫ്റ്റി അല്ലെങ്കിൽ ആക്സിഡൻസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, അവിടെ ആളുകൾ മരണപ്പെടുന്നു ആക്സിഡൻസ് കാരണം. ഓക്കെ, പല കാരണങ്ങൾ, അത് അവർ ഓടിക്കുന്നതിന്റെ പ്രശ്നങ്ങളായിരിക്കാം,
അതുപോലെ തന്നെ ക്ലൈമറ്റിക് കണ്ടീഷൻ പറഞ്ഞല്ലോ, ക്ലൈമറ്റിക് കണ്ടീഷന്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം. അതൊക്കെ ഒരു ചലഞ്ച് തന്നെയാണ്. സേഫ്റ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ച് ആയിട്ട് തന്നെ കിടക്കുന്നു. അതുപോലെ പ്രൊവൈഡിങ് ഈക്വൽ ആക്സസ്. നമ്മൾ ഇന്ന് നോക്കിയാൽ എല്ലാ ആളുകൾക്കും ഒരുപോലെ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒക്കെ ഉള്ളത്, അല്ലെ? ഇപ്പൊ നമുക്ക് നോർമൽ ഒരാളാണെങ്കിൽ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. എന്നാൽ ഇപ്പൊ ഒരു ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിലോ, വീൽ ചെയറിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്, ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടോ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അയാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? അതായത് ഇപ്പൊ വീൽ ചെയറിൽ വരുന്ന ഒരാളാണെങ്കിൽ ആ ബസ്സിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ആ ബസ് അതിനനുസരിച്ചുള്ള സെറ്റപ്പിലായിരിക്കണം, അല്ലെ? ഇപ്പൊ നമ്മളെ നിലവിൽ ഇന്നത്തെ സാഹചര്യം നോക്കിയാൽ അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പ്രായം കൂടിയ ആളുകൾക്ക്, ഒരു ഏജ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാ ആളുകൾക്കും ഒരുപോലെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇന്ന് നിലവിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. അതുപോലെ ഇപ്പം ടൗൺ ഏരിയാസിലാണെങ്കിലും അവിടെ വരുന്ന സ്ട്രീറ്റും കാര്യങ്ങളും ഒന്നും വീൽ ചെയറിന് പോകാൻ പറ്റുന്ന രീതിയിൽ 100% ആയിട്ടില്ല. ഓക്കെ, അവർക്ക് പ്രൊട്ടക്ഷൻ മാക്സിമം കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങളായിട്ടില്ല. അതുപോലെ പല സ്ഥലങ്ങളിലേക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട രീതിയിൽ റാമ്പുകളും കാര്യങ്ങളും ഒന്നും ചില സ്ഥലങ്ങളിൽ അവൈലബിൾ അല്ല ഇപ്പോഴും. ഓക്കെ, ഇപ്പം പല കെട്ടിട നിയമപ്രകാരം കെട്ടിടങ്ങളിലേക്കൊക്കെ റാമ്പും കാര്യങ്ങളൊക്കെ നിർബന്ധമാക്കിയെങ്കിലും അവർക്ക് ആ കെട്ടിടത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും അവർക്ക് ഒറ്റയ്ക്ക് വരാനുള്ള സാഹചര്യം ഇല്ല. ഓക്കെ, അപ്പം എല്ലാ ആളുകൾക്കും, അതായത് കോമൺ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും എന്തെങ്കിലും ചലഞ്ച് ഫേസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവർക്കെല്ലാം ഈക്വൽ ആയിട്ടുള്ള ആക്സസ് ഒന്നും നിലവിലില്ല. അപ്പൊ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത് നിലവിൽ ഇന്ന് ഓൾറെഡി അതാണ് പ്ലാൻഡ് അല്ലാതെ ഡെവലപ്പ് ആവുന്ന നമ്മുടെ കോഴിക്കോടാണെങ്കിലും കൊച്ചി ആണെങ്കിലും അതുപോലെയുള്ള സിറ്റീസിലൊക്കെ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം അത് എല്ലാ സ്ഥലങ്ങളിലും മെയിൻ ആയിട്ട് വരുന്ന ബസ് സ്റ്റേഷൻസിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷൻസിലാണെങ്കിലും അവിടെയെല്ലാം എല്ലാവർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതൊരു ചലഞ്ച് തന്നെയാണ്. ഇനി അടുത്ത പ്രൊട്ടക്ടിങ് ദ എൻവയൺമെന്റ്. ഓക്കെ, വാഹനങ്ങൾ ഓരോ ദിവസം കൂടുകയാണ്. വാഹനങ്ങൾ കൂടുമ്പോൾ ആ വാഹനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന അത് കൺസ്യൂം ചെയ്തിട്ടുള്ള ആ ഒരു ഗ്യാസ്, അല്ലെ, അത് എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്നു. അതുപോലെ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും എനർജി കൺസ്യൂം ചെയ്യുന്നു. ഓക്കെ, എൻവയറമെന്റൽ ഡീഗ്രേഡേഷൻ ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ലാൻഡ് യൂസ്. ലാൻഡ് യൂസിൽ ചേഞ്ച് വരുന്നു. എന്താ ലാൻഡ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഒരു പർട്ടിക്കുലർ ലാൻഡ് യൂസ് ചെയ്യുന്നത് അതാണ് ലാൻഡ് യൂസ്. അതായത് ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ പ്ലോട്ട് വീട് ഉണ്ടാക്കാൻ യൂസ് ചെയ്തു, അവിടെ വീടാണുള്ളതെങ്കിൽ ആ വീടാണ് അല്ലെങ്കിൽ അവിടെ റെസിഡൻഷ്യൽ ആണ് ആ ലാൻഡ് യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം വേറെ ഏതെങ്കിലും ഷോപ്പ് ആണെങ്കിൽ ഷോപ്പ് ഉണ്ടാക്കി, ഓക്കെ, അപ്പൊ അവിടെ ബിസിനസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത് അവിടുത്തെ ലാൻഡ് യൂസ്, അല്ലെങ്കിൽ അവിടെ കൊമേഴ്ഷ്യൽ ആയിട്ട് വരുന്നു. ഓക്കെ, അവിടുത്തെ ലാൻഡ് യൂസ്, അല്ലെങ്കിൽ ഇപ്പൊ വേറെ എന്തെങ്കിലും പാർക്കുകൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടുത്തെ ലാൻഡ് യൂസ്. ഓക്കെ, അപ്പൊ ഇപ്പം റോഡ് വരുമ്പം ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക്കലി അതിന്റെ സൈഡുകളിൽ ബിൽഡിങ്ങുകൾ വരാം, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഷോപ്പിംഗ് മാൾസ്, അതുപോലെ തന്നെ ആളുകൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ പല മാറ്റങ്ങളും അവിടെ വരാം. ഓക്കെ, അപ്പൊ അതിൽ ഒരു സൈഡ് വശം നോക്കുവാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? എൻവയറമെന്റൽ ഡിഗ്രഡേഷൻ, അത് ആ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടായിരിക്കുന്നത്, അല്ലെ? എല്ലാ തരത്തിലും ആ പ്രകൃതിയിലുള്ള അതായത് ഇപ്പം മരങ്ങളാണെങ്കിലും ചെടികളാണെങ്കിലും ആ മരത്തിൽ വസിക്കുന്ന ഇപ്പം പക്ഷികൾ, അല്ലെ, അവർക്കൊക്കെയുള്ള ആ ഒരു താമസ സൗകര്യം എല്ലാം നഷ്ടപ്പെടുക. അപ്പൊ നമുക്ക് എൻവയറമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ 100% സാധിക്കുന്നില്ല. അതായത് ഈ ഒരു ഡെവലപ്മെന്റിനനുസരിച്ചിട്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതൊരു ചലഞ്ചാണ്. അതുപോലെ എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, അതിനെയൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, അപ്പം ഇതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നോയിസ് പൊല്യൂഷൻ, വൈൽഡ് ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ, വാട്ടർ ക്വാളിറ്റി ഉള്ള ഇമ്പാക്ട്സ്, വിഷ്വൽ ഇമ്പാക്ട്സ്, അതായത് ഇപ്പൊ ഒരു നല്ല സീനറി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെ റോഡ് വരുമ്പം അതിന് രണ്ടായി മുറിക്കുക, അല്ലെ, നീളത്തിൽ 2 പാർട്ടായിട്ട് തിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് അതിന്റെ ചുറ്റുപാടും ഒക്കെ ഡെവലപ്മെന്റ് വരുമ്പോൾ അവിടെയുള്ള ആ സീനിക് ബ്യൂട്ടി മാറി അവിടെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വരുവാണ്. അപ്പൊ ആ വിഷ്വലിയും അതിന് എഫക്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞു നോയിസ് പൊല്യൂഷൻ, അത് ഇപ്പം കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ റോഡ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, അതുപോലെ വെഹിക്കിൾസിന്റെ നോയിസ്, അല്ലെ, ഇപ്പൊ ഹോൺ അടിക്കുന്നത്, അതെല്ലാം
ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. അതിനൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല. അതൊരു ചലഞ്ച് തന്നെയാണ്. ഇനി ഇൻകോപ്പറേറ്റിംഗ് ന്യൂ ടെക്നോളജി, പുതിയ ടെക്നോളജി നമുക്ക് നമ്മുടെ അർബൻ ഏരിയാസിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അല്ലെ? അതായത് നമുക്ക് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പുതുതായിട്ട് വരുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മളെ റോഡുകൾ ഉള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെൽഫ് ഡ്രൈവിംഗ് കാർ, അതായത് സ്വന്തമായിട്ട് ഓടിക്കുന്ന കാർ, അതായത് നമ്മൾ കയറി ഇരുന്നാൽ മതി, അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ അത് തന്നെ ഓടിച്ചോളും. ഓക്കെ, അത് നമ്മളെ റോഡിൽ അതിനെ ഇറക്കിയാലോ, നമ്മളെ കോഴിക്കോട് സിറ്റി ഓടിച്ചോളുന്ന റോഡിലേക്ക് ഈ സെൽഫ് ഡ്രിവൺ കാർസ് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആവില്ല അവിടെ, അല്ലെ? അതിനെ പ്രോപ്പറായിട്ട് പോവാൻ പറ്റുന്ന രീതിയിൽ അതിനാവശ്യമായിട്ടുള്ള വീതി അവിടെ വേണം. ഇപ്പം പല സ്ഥലങ്ങളിലും ഹൈവേസിലൊക്കെ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ ഹൈവേസിലൊക്കെ ഇതുപോലെയുള്ള വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ആക്സിലേറ്റർ ചവിട്ടോ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുകയൊന്നും വേണ്ട. അത് എനിക്ക് തോന്നുന്നു ഇതിലുള്ള റോഡിലുള്ള ലൈനിനൊക്കെ ബേസ് ചെയ്തിട്ടാ അത് മൂവ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ആ ലൈനിലൂടെ തന്നെ അതങ്ങ് പോയിക്കോളും. ഓക്കെ, അതെന്നാൽ പക്ഷെ നമുക്ക് പല സിറ്റീസിലും അത് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് കേരളത്തിലെ സാഹചര്യമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ഒരു പക്ഷേ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഹൈവേ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതിന്റെ പ്രാക്ടിക്കാലിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സെൽഫ് ഡ്രിവൺ കാർസും അതുപോലെയുള്ള ഓരോ ദിവസവും വരുന്ന പുതിയ പുതിയ ടെക്നോളജീസ് നമ്മുടെ അൺപ്ലാൻഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന സിറ്റീസിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്ന ഒരു ചലഞ്ചാണ്. ഓക്കെ, സെക്യൂറിങ് ഫൈനാൻഷ്യൽ റിസോഴ്സസ്, അതായത് നമുക്ക് ഇപ്പം മെയിൻ്റനൻസ് ആണെങ്കിലും ഇംപ്രൂവ്മെന്റ് ആണെങ്കിലും പുതിയ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടാണെങ്കിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സോഴ്സസ് ഒരു ചലഞ്ച് തന്നെയാണ്. അതിന് മെയിൻ ആയിട്ട് ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടണം, അല്ലെ? പാസഞ്ചേഴ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടണം. അപ്പൊ പലരും ഇന്ന് ഇതിന്റെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്താലുള്ള അവർക്ക് സമയത്തിന് എത്താൻ പറ്റാത്ത വിഷയങ്ങളൊക്കെ കൊണ്ട് തന്നെ പലരും സ്വന്തം വാഹനങ്ങളിലൊക്കെ പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ ആളുകൾ കുറയുന്നു. ഓക്കെ, പല സമയങ്ങളിലും പീക്ക് ടൈമിലൊക്കെ ആളുകൾ ഉണ്ടാവും, അല്ലാതെ ഉച്ച സമയമോ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അതിലൊക്കെ ആളുകൾ കുറവാണ്. നോർമലി ഇപ്പൊ നമുക്കറിയാം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം KSRTC ഒക്കെ നഷ്ടത്തിലാന്നാ പറയുന്നത്, അല്ലെ? ഇത്ര ആളുകൾ യൂസ് ചെയ്തിട്ടും അതിപ്പോഴും ലാഭത്തിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം കൂടുതലായിട്ട് പുതിയ പുതിയ അധികം ബസ്സുകൾ വാങ്ങിക്കാനും ഒക്കെയുള്ള ഫണ്ടുകളൊന്നും അതിന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ കൺസ്ട്രക്ഷന്റെ കോസ്റ്റ് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുക, മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് തന്നെ ഈ കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അഡീഷണൽ ആയിട്ട് കോസ്റ്റ് ആവശ്യമാണ്, അല്ലെ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്ലാൻ ചെയ്യാനോ അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനോ ആവശ്യമായിട്ടുള്ള ഫണ്ട് നമുക്ക് സ്വരൂപിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, പല കാര്യങ്ങളും ഐഡിയകളായിട്ട് തന്നെ തുടരുകയാണ്, കാരണം ഫണ്ട് ഇല്ലാത്തത് കൊണ്ട്. അപ്പം അതും ഒരു ചലഞ്ചാണ്. അപ്പൊ ഇതാണ് ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചലഞ്ചസ്. അതിന്റെ കൂടെ നമുക്ക് നമ്മളതായിട്ടുള്ള അഡീഷണൽ പോയിന്റ്സും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഒന്ന്, കൺജഷൻ മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ചാണ്. യാത്ര ചെയ്യുന്ന ദൂരം അല്ലെങ്കിൽ സമയം, ഓക്കെ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം പലരും അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് പോയി വരാൻ ശ്രമിക്കുന്നു. ഓക്കെ, സിറ്റീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ആ സിറ്റീസിലുള്ള എക്സ്പെൻസ് മുഖേന ദൂര യാത്ര ചെയ്യുന്നു. അപ്പൊ ഇത്രയും ആളുകൾ ഒന്നിച്ച് ടൗണിലേക്ക് വരുമ്പോൾ വഴിയിലുണ്ടാവുന്ന പ്രയാസങ്ങൾ വരാം, കൺജഷൻസ് വരാം. ഓക്കെ, ലോങ് കമ്മ്യൂട്ട്സ് കാരണം വരാം. ഓക്കെ, ഈ പാർക്കിംഗ് ഇഷ്യൂ, ഓക്കെ, പ്രോപ്പർ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മളെ പല സ്ഥലങ്ങളിലും അവൈലബിൾ അല്ല. ഫ്യൂവൽ പ്രൈസസ് ഇൻക്രീസ് ചെയ്യുന്നു. സിറ്റീസ് വലുതാവുന്നു, ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ അതിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പ്രോപ്പർ ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ല. ഓക്കെ, അപ്പോൾ സ്വന്തം വാഹനങ്ങളിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്പ്രോളിംഗ് സിറ്റീസ് കാരണം അല്ലെങ്കിൽ അത് കാരണം വരുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. സേഫ്റ്റി, ആക്സിഡൻസ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല.
എല്ലാവർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പൊ ഹാൻഡിക്യാപ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളുള്ള ആളുകളാണെങ്കിലും പ്രായമുള്ള ആളുകളാണെങ്കിലും ഒക്കെ അവർക്കൊക്കെ മറ്റുള്ള ആളുകൾക്കുള്ള പോലെ തന്നെ സൗകര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് സ്പെഷ്യൽ ആയിട്ട് അവർക്ക് കെയർ കൊടുക്കാൻ സാധിക്കുന്നില്ല. എല്ലാവർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതൊരു ചലഞ്ചാണ്. അതുപോലെ നമുക്ക് എൻവയൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, പല രീതിയിലും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിറ്റീസ് ഗ്രോ ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ അവിടെ പൊല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആ എൻവയൺമെന്റൽ പരമായിട്ട് പല ജീവികളും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ആവാസ വ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതൊക്കെ ഒരു സൈഡിൽ സംഭവിക്കുന്നത്. അത് നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതൊരു ചലഞ്ചായിട്ട് തന്നെ കിടക്കുകയാണ്. അതുപോലെ പുതിയ ടെക്നോളജീസ് നമുക്ക് നിലവിലുള്ള സാഹചര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതുപോലെ നമുക്ക് മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യാനും പുതിയ വർക്കുകൾ ചെയ്യാനൊക്കെ ആവശ്യമായിട്ട് ഉള്ള ഫണ്ട്സ് നമുക്ക് സ്വരൂപിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സ്വരൂപിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ ഓരോ ദിവസവും ഈ കൺസ്ട്രക്ഷന്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതും ഒരു ചലഞ്ചായിട്ട് തുടരുവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസ് കണ്ടെത്താനായിട്ട്. ഓക്കെ, ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസിൽ വരുന്നത്.